കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ വിംശതിതമോധ്യായഃ. നാം 22ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോപികമാരുടെ വസ്ത്രാപഹരണമാണ്. അവർ വസ്ത്രങ്ങൾ കരയിൽ വെച്ച് യമുനാ തീരത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ഒരു കദംബവൃക്ഷത്തിന്റെ മുകളിൽ കയറി ഒരു വസ്ത്രം ചോദിച്ചിട്ട് കൊടുത്തില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാപമാണ് ചെയ്തത്. വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വസ്ത്രമില്ലാതെ ജലത്തിൽ കുളിക്കാൻ പാടില്ല. അങ്ങനെ അവരുടെ ശരീരബോധം ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ കയറി വന്ന് തലയിൽ കൈവച്ച് കൂപ്പിക്കൊണ്ട് വന്നാൽ മാത്രമേ വസ്ത്രം തരികയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവര് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ വസ്ത്രം ചോദിക്കാൻ കൈകൂപ്പി എത്തുന്നു. അപ്പോൾ ഭഗവാൻ വസ്ത്രം അവർക്ക് നൽകി. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിനെപ്പറ്റി ആണ് ഇനി പറയുന്നത്. വസ്ത്രാപഹരണത്തിന്റെ ഗോപിക വസ്ത്രാപഹരണത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. ദൃഢം പ്രലംബാസ്ത്രഭയാച്ചഹാപിത പ്രസ്തോഭിത ക്രീഡനവച്ചകാരിതാഃ വസ്ത്രാണി ചൈവാപകൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഘ നിർവൃതാഃ. പദച്ഛേദം. ദൃഢം പ്രലപ്താഃ ത്രപയാ ച ഹാപിതാഃ പ്രസ്തോഭിതാഃ ക്രീഡനവത് ച കാരിതാഃ വസ്ത്രാണി ച ഏവ അപഹൃത അന്യത അപി അമു ചൈവാപ്യപഹൃതാന്യഥാപ്യമു ച ഏവ അപഹൃത അന്യഥ അപി അമു താ നാപ്യസൂയൻ പ്രിയ സംഘ നിർവൃതാഃ. ദൃഢം ഏറ്റവും പ്രലപ്ത വഞ്ചിക്കപ്പെട്ടവരായി, ത്രപയ ലജ്ജയാൽ, ഹാപിതാഹ ത്യജിക്കപ്പെട്ടവരായി, പ്രസ്തോഭിത പരിഹസിക്കപ്പെട്ടവരായി, ക്രീഡനവത് കളിക്കോപ്പെന്ന പോലെ, കാരിതാഹ ചെയ്യപ്പെട്ടവരായി, വസ്ത്രാണി വസ്ത്രങ്ങളും, അപഹൃതാനി അപഹരിക്കപ്പെട്ടു, അഥാപി എങ്കിലും പ്രിയസംഘ നിർവൃതാഹ പ്രിയന്റെ ചേർച്ചയിൽ ആനന്ദിച്ചവരായ താഹ അവർ അമ്മും ഇവനെ ന അഭ്യസൂയൻ അസൂയപ്പെട്ടിട്ടില്ല. അതായത് ഗോപികളുടെ ശുദ്ധഭാവം വിവരിക്കുകയാണ്. ഭഗവാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് ഭഗവാനോട് യാതൊരു വിരോധവും ഇല്ല. വസ്ത്രങ്ങൾ അപഹരിച്ചു. അപ്പോ വസ്ത്രമില്ലാതെയാണ് ഇവർ വെള്ളത്തിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ദേവഹേളനമാണെന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഭഗവാൻ അവരെ വഞ്ചിച്ചു. ഇനി മോളിൽ കയറി വസ്ത്രങ്ങൾ വാങ്ങിപ്പോകുവൻ എന്ന് പറഞ്ഞ് അവരെ ലജ്ജിപ്പിച്ചു. അതായത് വസ്ത്രമില്ലാതെ കരയിൽ കയറാൻ പറഞ്ഞു. കൈകൂപ്പി തൊഴുതാ വസ്ത്രം തരാമെന്ന് പറഞ്ഞു. നേരം പോക്ക് പറയുകയില്ല, സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പരിഹസിച്ചു. പിന്നെ കൈകൂപ്പി തലയിൽ കൈവച്ച് കൂപ്പി നമസ്കരിക്കുവൻ എന്ന് പറഞ്ഞു. അങ്ങനെ മരപ്പാവകളെ പോലെ അവരെ കളിപ്പിച്ചു. അപ്പൊ ഇത്രയെല്ലാം ചെയ്തിട്ടും ആ ഗോപകുമാരിമാർക്ക് ഭഗവാനിൽ അനിഷ്ടം, ദേഷ്യം ഒട്ടും തോന്നിയില്ല എന്ന് മാത്രമല്ല, പരമപ്രേമത്തിന്റെ ആസ്പദമായിരിക്കുന്ന ഭഗവാനെ ഈ വിധാൻ കാണാൻ സാധിച്ചല്ലോ എന്നോർത്ത് പരമാനന്ദം അനുഭവിച്ചു അവര്. അഹോ, ഗോപാംഗനമാരുടെ ശുദ്ധ സ്നേഹമഹിമ അത്യാശ്ചര്യം തന്നെ. വേറെ വല്ലവരും ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വരാൻ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ഇവർക്ക് ഭഗവാനോട് ഒരു ദേഷ്യവും ഇല്ല. അപ്പൊ അതവരുടെ മനസ്സിന്റെ ശുദ്ധതയാണ്. ദൃഢം പ്രലപ്താസ്ത്രഭയാ ചഹാപിത
പ്രസ്തോപിതാ ക്രീഡനവച്ചകാരിതാഹ വസ്ത്രാണി ചൈവാപകൃതാന്യതാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഘ നിർവൃതാഹ. ശ്ലോകം 23. പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമ സജ്ജിതാഹ ഗൃഹീതചിത്താനോ ചേലു തസ്മിൻ ലജ്ജായിദേഷണാഹ. പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമ സജ്ജിതാഹ ഗൃഹീതചിത്ത നോ ചേലുഹു തസ്മിൻ ലജ്ജായിത ഈക്ഷണാഹ. സ്വവാസാംസി അവരവരുടെ വസ്ത്രങ്ങൾ പരിധായ എടുത്തു കൊടുത്തിട്ട് പ്രേഷ്ടസംഗമ സജ്ജിത പ്രേഷ്ഠന്റെ കൃഷ്ണന്റെ സംഘത്തിനായി ഒരുങ്ങിയവരായിട്ട് തസ്മിൻ അവനിൽ ലജ്ജായിദേഷണ ലജ്ജ വിലാസിത ദൃഷ്ടിയോടുകൂടിയ ലജ്ജിച്ച നോട്ടത്തോടുകൂടിയവരായി ഗൃഹീത ചിത്ത വശീകരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് നോ ചേലു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പോലും പറ്റിയില്ല. ഒരു വസ്ത്രം എടുത്ത് അപ്പോൾ പക്ഷേ ശ്രീകൃഷ്ണനാൽ അവരുടെ മനസ്സ് വശീകരിക്കപ്പെട്ടു പോയി. ലജ്ജാ സ്വഭാവം നിമിത്തം അവരുടെ കണ്ണുകളൊക്കെ പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിച്ച കണ്ണുകൾ കൊണ്ട് ഭഗവാനെ നോക്കുന്നു. പരമ പ്രേമം ഭഗവാനോട് തോന്നി. അപ്പോൾ ഭഗവാനോട് ചേരാൻ ഇപ്പം തന്നെ ഒരുങ്ങി നിൽക്കുകയാണോ എന്ന് തോന്നും. അവർ ആ സ്ഥാനത്ത് നിന്ന് അനങ്ങാതെ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമ സജ്ജിതാഹ ഗൃഹീതചിത്താനോ ചേലു തസ്മിൻ ലജ്ജായിദേക്ഷണാഹ. ശ്ലോകം 24. താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശ കാമ്യയ ധൃതവൃതാനാം സങ്കല്പം ആഹദാമോദരോ ബലാഹ. താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദ സ്പർശ കാമ്യയ ധൃതവൃതാനാം സങ്കല്പമാക ദാമോദരേ അബലാഹ. സ്വപാദസ്പർശ കാമ്യയ സ്വപാദസ്പർശം കാക്ഷിച്ചുകൊണ്ട് ധൃതവൃതാന വ്രതം അനുഷ്ഠിച്ചിരുന്ന താസാം അവരുടെ സങ്കല്പം ദൃഢനിശ്ചയത്തെ ദാമോദരൻ അതായത് ഉരലിൽ ബന്ധനത്തെ ഉരല് വയറിനോട് അതായത് വയറിലൊരു ദാമം കെട്ടിയിട്ട് ഉരലിൽ കെട്ടി ഉലൂഖല ബന്ധനം നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെ ദാമം വയറിൽ കെട്ടിയതുകൊണ്ടാണ് ദാമോദരൻ എന്ന് പേര് കിട്ടിയത്. അപ്പം അങ്ങനെ ആ ദാമോദരൻ ഭഗവാൻ കൃഷ്ണൻ വിജ്ഞായ അറിഞ്ഞിട്ട് അബലകളോട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീകൾ എന്തിനാണ് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചത്? തങ്ങൾക്ക് കൃഷ്ണൻ തന്നെ ഭർത്താവായി വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവരുടെ സങ്കല്പം അറിഞ്ഞു. അങ്ങനെ ഭക്തപരായണനും ഭക്തവത്സലനുമായ ഭഗവാൻ ആയ ദാമോദരൻ സ്ത്രീകളോട് പറയുകയാണ്. താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശ കാമ്യയ ധൃതവൃതാനാം സങ്കല്പം ആഹദാമോദരാബലാം. ശ്ലോകം 25. സങ്കല്പോ വിദിത സാധ്യോ ഭവതീനാമദർച്ചനം മയാനുമോദിത സ്വാസൗ സത്യോ ഭവിതുമർഹതി. സ്വധ്യ ഹേ പതിവ്രതകളെ, മദർച്ചനം എൻ്റെ ആരാധനം തന്നെ, ഭവതീന നിങ്ങളുടെ സങ്കല്പക ദൃഢനിശ്ചയമെന്ന് മയാ എന്നാൽ വിദിത അറിയപ്പെട്ടു. അപ്പോൾ എൻ്റെ പാദ ശുശ്രൂഷ ചെയ്യാനുള്ള ഇച്ഛയാലാണ് നിങ്ങൾ ഞാൻ തന്നെ ഭർത്താവായി വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്, കാർത്യായനി വ്രതം അനുഷ്ഠിച്ചത്. അത് ഞാൻ അറിഞ്ഞു, അനുമോദിക്കപ്പെടുകയും ചെയ്തു. സഹാസവ് ഈ സങ്കല്പം സത്യമായിട്ട് ഭവിക്കാനായിക്കൊണ്ട് അർഹതി യോഗ്യമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ച ആഗ്രഹം സാധിക്കും. അതിനുള്ള സമയം അടുത്ത് വരികയാണ്. സങ്കല്പോ വിദിത സാധ്യോ ഭവതീനാം മദർച്ചനം മായാനുമോദിത സ്വാസോ സത്യോ ഭവിതുമർഹതി. ശ്ലോകം 26. ന മയ്യാവേശിത ധിയാം കാമകാമായ കൽപ്പതേ ഭർജിത ക്വഥിതാധാന പ്രായോ ബീജായ നേഷ്യതേ. മയി ആവേശിത ധിയ കാമം
കാമായ കൽപ്പതേ വർജിത ക്വഥിത ധാന പ്രായഃ ബീജായ ന ഇഷ്യതേ നേഷ്യതേ ന ഇഷ്യതേ. മയ്യാവേശിതധിയ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയ അവരുടെ കാമം ആഗ്രഹം കാമായ വിഷയഭോഗത്തിനായിക്കൊണ്ട് ന കൽപ്പതേ കൽപ്പിക്കുന്നില്ല. അപ്പോൾ എന്നിൽ മനസ്സുറപ്പിച്ച് ചെയ്യുന്ന സങ്കല്പം വിഷയഭോഗത്തിനായിക്കൊണ്ട് ഭവിക്കുകയില്ല. അപ്പോൾ ആരാണോ എന്നിൽ മനസ്സ് ഉറപ്പിക്കുന്നത് അവർക്ക് പിന്നെ വിഷയാസക്തിയിലോട്ട് തിരിയാൻ സാധിക്കുകയില്ല. അതിന് ഒരു ഉദാഹരണം പറയുന്നത് വറുത്ത വിത്ത് പിന്നെ മുളയ്ക്കൂല, വേവിച്ച വിത്തായാലും പിന്നെ മുളയ്ക്കുകയില്ല. അതുപോലെ ഭഗവാനിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നവരുടെ സങ്കല്പത്തെ ഭക്തിയാകുന്ന അഗ്നി പിന്നെ മുളയ്ക്കാത്ത വിധത്തിൽ നശിപ്പിക്കും. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ഭഗവാനിൽ മനസ്സ് വയ്ക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നശിക്കും. അതുകൊണ്ട് ഈ സങ്കല്പം സത്യമായ സുഖത്തെ നൽകുന്നതായി ഭവിക്കും. ഇനിമേൽ നിങ്ങൾക്ക് വിഷയ ആശ ഉണ്ടായിരിക്കുകയില്ല. അഗ്നിയിൽ ഏതിട്ടാലും അത് ഭസ്മമാകും. അതുപോലെ ജ്ഞാനാഗ്നി സ്വരൂപമായ ഭഗവാനിൽ പ്രവേശിച്ച കാമവും നിഷ്കാമ രൂപത്തിൽ ജ്ഞാനാനന്ദ പരിശുദ്ധ സ്വഭാവത്തോടുകൂടി പ്രകാശിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മയ്യ ആവേശിത ധിയ എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവരുടെ കാമം ആഗ്രഹം കാമായ വിഷയഭോഗത്തിനായിക്കൊണ്ട് പിന്നെ അവരുടെ മനസ്സ് വിഷയാസക്തിയിലേക്ക് തിരികെയില്ല. വർജിത വറുക്കപ്പെട്ടതും പൊതിത വേവിച്ചതുമായ താന വിത്ത് പ്രായേണ ബീജ മുളയ്ക്കാനായിക്കൊണ്ട് നൈഷ്യത യോഗ്യമായി ഭവിക്കുന്നില്ല. അപ്പോൾ ഒരു വിത്ത് ചൂടുവെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ വേവിക്കുകയോ ചെയ്താൽ പിന്നെ അത് മുളയ്ക്കുകയില്ല. അതുപോലെയാണ് ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട മനസ്സുള്ളവർക്ക് പിന്നീട് അവരുടെ വിഷയാസക്തി ഒന്നും വരില്ല. എല്ലാതും ജ്ഞാനാഗ്നിയിൽ കത്തി ഭസ്മമായി പോകും. ന മയ്യാവേശിത ധിയാം കാമകാമായ കൽപ്പതേ വർജിതം കൊതിതാധാന പ്രായോ ബീജാദനേഷ്യതേ. ശ്ലോകം 27. യാതാബലാബ്രജം സിദ്ധ മയ്യേമ രംസ്യദക്ഷഭ യദുദ്ദിശ്യ പ്രദമിദം ചേരുർ ആര്യാർച്ചനം സദീഹി. യാതാ അബല വ്രജം സിദ്ധ മയ ഇമ മയേമ രംസ്യഥ ക്ഷപാഹ യദു ഉദ്ദിശ്യ വ്രതമിദം ചേരുഹു ആര്യ അർച്ചനം സദീഹി. അബലകളെ ഭഗവാൻ വിളിക്കുകയാണ്. അബല സ്ത്രീകളെ വ്രജത്തെ യാതാഗമിക്കും. നിങ്ങളിപ്പോൾ വ്രജത്തിൽ പോകുവിൻ. ഇനി നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കണ്ട. സിദ്ധകളായി ഇമ ക്ഷപ ഈ രാത്രികളിൽ മയ എന്നോടുകൂടി രംസ്യത നിങ്ങൾ രമിക്കും. ഇപ്പം നിങ്ങൾ വ്രജത്തിൽ പോവുകയും രാത്രിയാവുമ്പോൾ ഞാൻ നിങ്ങളോടൊത്ത് രമിക്കും. ഹേ സതികളെ യാതൊന്നിനെ ഉദ്ദേശിച്ചിട്ട് ആര്യാർച്ചനം ഈശ്വരിയെ പൂജ ചെയ്യുന്നതായ ഇതം വ്രതം, അതായത് കാത്യായനി ദേവിയെ പൂജ ചെയ്യുന്നതായ ഈ വ്രതത്തെ ആചരിച്ചു. അപ്പം നിങ്ങൾ എന്നെ കിട്ടാൻ വേണ്ടി ഈ വ്രതം ആചരിച്ചു. അപ്പോൾ അത് പാഴായി പോവുകയില്ല. ഇന്ന് രാത്രി തന്നെ ഞാൻ നിങ്ങളോടൊത്ത് രമിക്കുകയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. യാതാബലാവ്രജം സിദ്ധ മയേമാ രംസ്യതർഷഭാഹ യദുദ്ദിശ്യ വ്രതമിതം ചേരുരാര്യാർച്ചനം സതി. ശ്ലോകം 28. ശ്രീശുഗവാച ഇത്യാദിഷ്ട ഭഗവത ലപ്തകാമാ കുമാരികാഃ ധായന്ത്യസ്തത്പദാംഭോജം കൃച്ഛ്രാത് നിർവിവിശുർവ്രജം ഇതി ആദിഷ്ട. അതാണ് ഇത്യാദിഷ്ട ഭഗവത ലപ്തകാമാഃ കുമാരികാഃ ധ്യായന്തി തത് പദാംഭോജം
ധ്യായന്ത്യ തത്പദാംഭോജം കൃഷ്ണാത് നിർവിവിശുഹു വ്രജം. ഇത് ഇപ്രകാരം ഭഗവാനാൽ ആദിഷ്ടം ഉപദേശിക്കപ്പെട്ടും ലബ്ധകാമ ലഭിക്കപ്പെട്ട ആഗ്രഹത്തോടു കൂടിയവരുമായ കുമാരികൾ തത്പദാംഭോജം ആ ഭഗവാന്റെ പാദപത്മത്തെ ധ്യാനിക്കുന്നവരായിട്ട് കൃച്ഛ്രാത് പ്രയാസപ്പെട്ട് വ്രജം ഗോകുലത്തെ നിർവിവിശു പ്രവേശിച്ചു. അവർ ഗോകുലത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ ചെയ്ത ആ നർമ്മചേഷ്ടയും മന്ദഹാസാദി മനോഹര വ്യാപാരവും ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഭഗവാനെ ചിന്തിച്ച് തന്നെ അവർ വ്രജത്തിലേക്ക് പോയി. ഇത്യാദിഷ്ട ഭഗവത ലബ്ധകാമ കുമാരികാഹ ധ്യായന്ത്യസ്തത്പദാംഭോജം കൃഷ്ണാൻ നിർവിവിശുർഗൃജം. ശ്ലോകം 29. അഥ ഗോപൈ പരിവൃതോ ഭഗവാൻ ദേവകീസുത വൃന്ദാവനാത് ഗതോ ദൂരം ചാരയൻ സഹാഗ്രജഃ. അഥ ഗോപൈഃ പരിവൃതഃ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാത് ഗതഃ ദൂരം ചാരയൻ സഹാഗ്രജഃ. അഥ അനന്തരം ഗോപന്മാരാൽ പരിവൃത ചുറ്റപ്പെട്ട ഭഗവാനായ ദേവകീ സുതനായ കൃഷ്ണൻ പശുക്കളെ ചാരയൻ സഞ്ചരിപ്പിച്ചുകൊണ്ട് സഹാഗ്രജം ജ്യേഷ്ഠനോടുകൂടി വൃന്ദാവനത്തിൽ നിന്ന് ദൂരെ ഗതഹ ഗമിച്ചു. അപ്പോൾ ഈ ലീലയൊക്കെ കഴിഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠനോടുകൂടി പശുക്കളെയും മേച്ചുകൊണ്ട് ഒരു നാൾ വൃന്ദാവനത്തിൽ നിന്നും ദൂരെ പ്രവേശിച്ചു. അപ്പോൾ ഗോപിക വസ്ത്രാഭരണം കഴിഞ്ഞു. ഇനി വേറെ ഒരു ദിവസത്തെ കാര്യം പറയുകയാണ്. അഥ ഗോപൈ പരിവൃതോ ഭഗവാൻ ദേവകീസുതഃ വൃന്ദാവനാത് ഗതോ ദൂരം ചാരയൻ സഹാഗ്രജഃ. ശ്ലോകം 30. നിദാഖാ അർക്കാതവേ തിഗ്മേ ഛായാഭി സുഭിരാത്മനഃ ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാം ആഹവ്രജൗകസ. നിദാ അഖ അർക്കാതവേ തിഗ്മേ ഛായാഭിഃ സ്വാഭിരാമഃ ആത്മനഃ ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാൻ ആഹ പ്രജൗഹസ. തിഗ്മേ തീഷ്ണമായ നിദാഖാ ആദവേ ഗ്രീഷ്മ സൂര്യതാപത്താൽ സ്വാഭി സ്വകീയങ്ങളായ ഛായാഭി നിഴലുകളിൽ നിഴലുകളാൽ തനിക്ക് ആദപത്രായിതാൻ കുടുംബുകളെ പോലെ സഞ്ചരിക്കുന്ന ദ്രുമാൻ മരങ്ങളെ വീക്ഷിച്ചിട്ട് പ്രജൗഹസ ഗോപന്മാരോട് പറഞ്ഞു. നിദാഖാദാർക്കതാവേ തിഗ്മേ ഛായാഭിസോ സ്വാഭിരാത്മന ആദപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാഹ വ്രജൗഹസം. ശ്ലോകം 11. ഹേ സ്തോക കൃഷ്ണഹേ അംശോശ്രീദാമൻ സുബലാർജുന വിശാലാർഷഭസ്തേജസ്സിൻ ദേഹപ്രസ്തവരൂധത. 32. പശ്യേതാൻ മഹാഭാഗാൻ പാരാർത്ഥൈകാന്ത ജീവിതാൻ വാദാവർഷാതപാഹിമാൻ സഹന്തോ വാരിധീനഃ. പരാർത്ഥയകാന്ത ജീവിതാൻ പരന്മാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ മഹാഭാഗ്യശാലികളെ പശ്യത നോക്കുവിൻ. വാദവർഷ ആദാവ പശ്യത നോക്കുവിൻ. വാദ വർഷ ആദവ മഹിമാൻ കാറ്റ് മഴ വെയിൽ മഞ്ഞ് സഹന്ത സഹിക്കുന്നവരായി നമ്മളെ വാരേന്തി അവരിൽ നിന്ന് തുടയ്ക്കുന്നു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ അവരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോക കൃഷ്ണൻ, അംശൻ, ശ്രീദാമൻ, വിശാലാർഷഭ,
ശ്രീദാമാവ് സുബലാർജുനൻ, തേജസ്വിയായ വിശാലാർഷവൻ, ദേവപ്രസ്ഥ ഹേ വരൂധവ. ആദ്യത്തത് മുഴുവനും ഭഗവാനെ വിളിക്കുന്നതാണ്, വിശേഷണങ്ങളാണ്. അന്യരെ രക്ഷിക്കാൻ മാത്രം ജീവിക്കുന്ന ഭാഗ്യശാലികളെ ഈ വൃക്ഷങ്ങളെ നോക്കുവിൻ. അപ്പോൾ ഹേ സ്ത്വാക കൃഷ്ണാംശോ ശ്രീദാമാവേ സുബലാർജുന തേജസ്യായ വിശാലാർഷഭ ദേവപ്രസ്ഥ വരൂധവ. അന്യരെ രക്ഷിക്കാൻ മാത്രം ജീവിക്കുന്ന ഭാഗ്യശാലികളായ വൃക്ഷത്തെ നോക്കുവിൻ. അപ്പോൾ ഭഗവാൻ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറയുന്നു, ഈ വൃക്ഷങ്ങളെ നിങ്ങൾ നോക്കുവിൻ. ഇതാണെങ്കിലോ വൃക്ഷങ്ങൾ കാറ്റും മഴയും വെയിലും മഞ്ഞും എല്ലാം കൊണ്ട് തങ്ങളുടെ ശിരസിലെല്ലാം ഏറ്റുവാങ്ങി ഇവിടെ ഈ മരത്തിൻ്റെ താഴെ കൂടെ സഞ്ചരിക്കുന്ന നമ്മളെ കാറ്റിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുന്നു. പിന്നെ നമുക്ക് ക്ഷീണിക്കുമ്പോൾ ഫലവർഗ്ഗങ്ങളെല്ലാം തരുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, മറ്റുള്ളവരെ പരന്മാരെ സഹായിക്കാൻ ശ്രമിക്കണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. നാരായണ ഗുരു ദേവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓരോരുത്തർ ചെയ്യുന്നത് അവരവരുടെ സുഖത്തിനായിരിക്കരുത്, മറ്റുള്ളവർക്ക് സുഖം ഉണ്ടായിരിക്കണം. ഇനി ഉപകാരം ചെയ്തില്ലെങ്കിലും വേണ്ടൂല, ഉപദ്രവിക്കരുത്. അപ്പം അങ്ങനെ അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവർ ഭാഗ്യശാലികൾ എന്നാണ് പറയുന്നത്. പിന്നെ കുറേ ധനം ചിലവരുണ്ട്, നല്ല പണക്കാരായിരിക്കും, പിശുക്കന്മാരായിരിക്കും, അവർക്കും ഉപകരിക്കില്ല, അന്യന്മാർക്കും ഉപകരിക്കില്ല. അങ്ങനെയുള്ളവർ, അങ്ങനെ ദുരഭിമാനികൾ, അങ്ങനെ വെച്ചിട്ട് എന്താണ് ഫലം? ഭഗവാൻ പറയുന്നത് വൃക്ഷങ്ങളെ കണ്ടു പഠിക്കുക. അവ വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് തണലേകി മറ്റുള്ളവർക്ക് മൂലഫലങ്ങളൊക്കെ നൽകുന്നു. ഹേ സ്തോക കൃഷ്ണ ഹേ അംശോ ശ്രീദാമൻ സുബലാർജുന വിശാലർഷഭ തേജസ്സിൻ ദേവപ്രസ്ഥവരൂധവ പശ്യേതാൻ മഹാഭാഗാൻ പാരർത്ഥൈകാന്തിക പരാർത്ഥ ഏകാന്ത ജീവിതാൻ വാദവർഷാതപാഹിമാൻ സഹന്തോ വാരയന്തിനക. ശ്ലോകം 33. അഹോ യേഷാം വരം ജന്മ സർവപ്രാണ ഉപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തിനാർത്ഥിനക. അഹോ യേഷാം വരം ജന്മ സർവപ്രാണി ഉപജീവനം ജനസ്യ ഏവ യേഷാം വൈ വിമുഖായാന്തി പ്രാർത്ഥന. യേഷ ഇവയുടെ സർവപ്രാണി ഉപജീവന, സകല പ്രാണികളുടെയും ഉപജീവനമായിരിക്കുന്ന ജനനം വളരെ ശ്രേഷ്ഠമാണ്. ആശ്ചര്യം. സുജനസ്യവ സജ്ജനങ്ങളുടെ എന്ന പോലെ യേഷാം ഏതരുത്തരുടെ അർത്ഥിനക ആഗ്രഹങ്ങൾ വിമുഖ നിരാശരായിട്ട് നയാന്തി വൈ പോകുന്നില്ല. അപ്പോൾ ഈ പരോപകാരം ചെയ്യുന്നവരുടെ ജന്മം ശ്രേഷ്ഠമാണ്. അതിലും വിശേഷിച്ച് സകല പ്രാണികൾക്കും പുഷ്പഫലാദികൾ നൽകുന്ന ഈ വൃക്ഷജന്മം അത്യന്തം ശ്ലാഘനീയം തന്നെയാണ്. സജ്ജനങ്ങളുടെ അടുത്ത് വന്ന് ആൾക്കാർ ഏതുവിധം സംതൃപ്തരായി പോകുമോ അതുപോലെ ഈ വൃക്ഷങ്ങളുടെ അടുത്ത് വന്നാൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? അവർ സന്തോഷിച്ചേ പോകുകയുള്ളൂ. ഇങ്ങനെ അർത്ഥികളെ അനുഗ്രഹിക്കുന്ന വൃക്ഷങ്ങൾ ആ വിധം പ്രവർത്തിക്കാത്ത ലുപ്തന്മാരായ മനുഷ്യരെക്കാൾ എത്രയോ ഉയർന്നവരാണെന്ന് കാണിക്കുന്നു. ശ്ലോകം 34. പത്രപുഷ്പഫലച്ഛായ മൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മാസ്തേ തോക്സ്മൈ കാമാൻവിതന്വതേ. പത്രപുഷ്പഫലച്ഛായ മൂലവൽക്കലദാരുഭിഃ ഗന്ധനിര്യാസഭസ്മ അസ്തി തോക്സ്മൈ ഹി കാമാൻ വിതന്വതേ. പത്ര പുഷ്പ ഫലച്ഛായ മൂല. പത്ര ഇല, പുഷ്പങ്ങൾ, ഫലങ്ങൾ കായ്കൾ,
ഛായ നിഴലുകൾ, അതായത് ഒരു വൃക്ഷത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നതെന്നുള്ള ഇലകൾ, പുഷ്പങ്ങൾ, കായ്കൾ, പിന്നെ ആ വൃക്ഷത്തിൻ്റെ ആ മൂട്ടിൽ ചെന്ന് നിന്നാൽ നമുക്ക് തണൽ കിട്ടും. അപ്പം നിഴലുകൾ, വൃക്ഷത്തിൻ്റെ നിഴലുകൾ ആകുമ്പോൾ നമുക്ക് ചൂടടിക്കാതെ തണൽ. പിന്നെ വേരുകൾ, പിന്നെ വൽക്കല മരവുരികൾ. അപ്പോൾ ഔഷധത്തിനൊക്കെ വേരുകൾ ഉപയോഗിക്കും. പിന്നെ തപസ്സികൾ ധരിക്കാനൊക്കെ മരവുരി, അതിൻ്റെ തോല് ഉപയോഗിക്കും. പിന്നീട് വൽക്കല ദാരുഭികി. ദാരുഭി എന്ന് വെച്ചാൽ തടികൾ. തടികൾ എന്തിനാണ്? ഫർണിച്ചറൊക്കെ നിർമ്മിക്കാനും വീട് നിർമ്മിക്കാനും തടി ഉപയോഗിക്കുന്നു. പിന്നെ ഗന്ധ നിര്യാസ, ഗന്ധം വാസന, നിര്യാസ പാൽ, ഭസ്മ അതായത് നല്ല മണമുള്ള ചില വൃക്ഷങ്ങളിലെ പൂക്കളും ഫലങ്ങളും നല്ല മണമായിരിക്കും. അപ്പോൾ ഗന്ധമുണ്ട്. പിന്നെ പല സസ്യങ്ങളും ഈ വാസന ദ്രവ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. ഇപ്പോൾ സുഗന്ധം. പിന്നെ ഓരോന്നിൻ്റെ പാല്, എണ്ണകൾ ഉണ്ടാക്കാൻ, ഓരോവിധ എണ്ണകൾ ഉണ്ടാക്കാൻ പാല്, ഓരോ മരത്തിൻ്റെ പാലുകൾ ഉപയോഗിക്കുമല്ലോ. ഇപ്പോൾ റബ്ബർ മരത്തിൻ്റെ പാലെടുക്കുമല്ലോ നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാൻ. അങ്ങനെ ഓരോന്നിൻ്റെ പാലുകൾ ഉപയോഗിക്കും. പിന്നെ ഭസ്മം എന്ന് പറഞ്ഞാൽ ഈ തടി കത്തിപ്പോയാൽ എന്താണ്? ചാരമായിട്ട് ഉപയോഗിക്കും അല്ലേ? കത്തി അതിന് നമുക്ക് ചാരമായിട്ട് എടുക്കാം. അതാണ് ഭസ്മ എന്ന് പറയുന്നത്. പിന്നെ അസ്ഥി എന്ന് പറഞ്ഞാൽ കാതൽ എന്നാണ്. മരത്തിൻ്റെ കാതൽ എന്ന് പറയുമല്ലോ. ചില മരങ്ങൾ നല്ല കാതലുള്ള, അതാണ് ഈ പണി ആയുധങ്ങളൊക്കെ ഉപയോഗിക്കാനും പണിത്തരങ്ങൾക്കുള്ള കാതൽ. ഇപ്പോൾ വീട്ടിനായാലും നല്ല കാതലുള്ള മരം വേണമെന്ന് നമ്മൾ പറയില്ലേ? അല്ലാത്ത പെട്ടെന്ന് ചതിലൊടിച്ച് പെട്ടെന്ന് ചീത്തായിപ്പോവും. അപ്പം അങ്ങനെ കാതലുകൾ. പിന്നെ തോക്മൈ തളിരുകൾ അവയെല്ലാം ഇവ കൊണ്ട് കാമാൻ ആഗ്രഹങ്ങളെ വിതന്വതേ നിറവേറ്റുന്നു. അപ്പോൾ സസ്യങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും കിട്ടുന്ന ഇലകൾ, പുഷ്പങ്ങൾ, കായ്കൾ, വേരുകൾ, പിന്നെ ഗന്ധം, അതിൻ്റെ പാല്, അങ്ങനെയൊക്കെ ഓരോന്നിനായിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ചെറിയ പ്രാണികളൊക്കെ ഭക്ഷിക്കാൻ അതിൻ്റെ തളിര് ഉപയോഗിക്കും. അങ്ങനെ വൃക്ഷങ്ങൾ പരോപകാരത്തിനായിട്ട് പ്രകൃതിയുള്ള സകല പ്രാണികളും വൃക്ഷങ്ങളെ ആശ്രയിക്കുന്നു. പത്രപുഷ്പഫലഛായ മൂലവൽക്കല ദാരുഭിഹി ഗന്ധനിര്യാസ ഭസ്മാസ്തി തോകൈ കാമാൻ വിതന്വതേ. ശ്ലോകം 35. ഏതാവത് ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാച ശ്രേയേവാചരേത് സദാ. ഏതാവത് ജന്മസാഫല്യം ദേഹിനാം ഇഹ ദേഹിഷു പ്രാണൈഹി അർത്ഥൈഹി ധിയാ വാച ശ്രേയ ഏവ ആചരേത് സദാ. ദേഹിനാം ദേഹികളുടെ പ്രാണൈഹി പ്രാണങ്ങൾ കൊണ്ടും അർത്ഥൈ ധനങ്ങൾ കൊണ്ടും ധിയ ബുദ്ധി കൊണ്ടും വാച വാക്കുകൾ കൊണ്ടും ദേഹിഷു ദേഹികളിൽ ശ്രേയഹ ഇവ ശ്രേയസിനെ തന്നെ സദാ എല്ലായ്പ്പോഴും ആചരിക്കണം. ഏതാവത് ഇത്ര മാത്രമാണ് ഇഹ ഈ ലോകത്തിൽ ജന്മസാഫല്യം ജന്മപ്രയോജനം. അതായത് മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ഹിതം വരേണ്ട വഴികൾ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. മനസ്സാ വാച കർമ്മണ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദം ആയിരിക്കണം. ദേഹികളുടെ പ്രാണങ്ങൾ കൊണ്ടും അർത്ഥഹി ധനങ്ങൾ കൊണ്ടും. അപ്പോൾ ദേഹികളുടെ പ്രാണങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ആദരിക്കാതെ പരന്മാർക്ക് വേണ്ടി സഹായകർമ്മങ്ങൾ ചെയ്യുക. അർത്ഥ ധനം കൊണ്ട് ധനാദികൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. ധിയ ബുദ്ധി കൊണ്ട് മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന വഴികൾ ആലോചിക്കുക. വാച വാക്കുകൾ കൊണ്ട്
പരന്മാർക്ക് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക. ദേഹിഷു ദേഹികളിൽ ശ്രേയഹായവ ശ്രേയസ്സിനെ തന്നെ. അപ്പൊ ഇങ്ങനെ ഓരോന്നും മനസ്സാ വാച കർമ്മണ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പരോപകാരത്തിനായി ചെയ്യുമ്പോൾ അത് ശ്രേയസ്സിനെ എല്ലാവർക്കും ശ്രേയസ്സുകൾ ഉണ്ടാകുന്നു. ശ്രേയസ്സിനെ ആചരിക്കണം. ഏതാവത് ഇത്ര മാത്രമാണ് ഈ ലോകത്തിൽ ജന്മസാഫല്യം. അപ്പം നമ്മുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സാ വാച കർമ്മണ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കണം. ഏതാവത് ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർച്ചിയാ വാച ശ്രേയേവാചരേത് സദാ. ശ്ലോകം 36. ഇതി പ്രവാളസ്തപക ഫലപുഷ്പ ദളോത്കരൈഃ തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ. ഇതി പ്രവാളസ്തപക ഫലപുഷ്പ ദളോത്കരൈഃ തരുണാം നമ്രശാഖാനാം മധ്യേന യമുനാം ഗതഃ. ഇത് ഇപ്രകാരം പ്രവാളസ്തപക, പ്രവാളം എന്ന് വെച്ചാൽ ഇളം തളിരുകൾ, സ്തപക എന്ന് വെച്ചാൽ പൂങ്കൊത്തുകൾ, ഫലം പുഷ്പ, ദളം എന്ന് വെച്ചാൽ ഇലകൾ, ദളോത്കരൈഹി ഇവയുടെ ഭാരം കൊണ്ട് നമ്രശാഖാന താണ കൊമ്പുകളോടുകൂടിയ തരുണ വൃക്ഷങ്ങളുടെ മധ്യേന നടുവിൽ കൂടി യമുനയെ ഗതഹ പ്രാപിച്ചു. അപ്പം ഇങ്ങനെ വൃക്ഷങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അത് പൂക്കൾ, കായ്കൾ, തളിരുകൾ എല്ലാം തരുന്ന വൃക്ഷങ്ങൾ. അവയുടെ ഫലങ്ങൾ കൊണ്ട് അവയുടെ കൊമ്പുകൾ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ താണ കൊമ്പുകളോടുകൂടിയ മരങ്ങളുടെ നടുവിലുള്ള വഴിയിൽ കൂടി ഭഗവാൻ യമുനാതീരത്തിൽ പ്രവേശിച്ചു. സമ്പൽ സമൃദ്ധി ഉണ്ടാകുമ്പോൾ തല താഴ്ന്നിരിക്കണം എന്ന് നമ്മൾ വൃക്ഷങ്ങളെ നോക്കി പഠിക്കണം. വിനയസമ്പന്നെ, വിദ്യയുള്ളവൻ വിനയം ഉണ്ടായിരിക്കണം, അല്ലാതെ ഗർവ് കാണിച്ചിട്ട് കാര്യമില്ല. അതുപോലെ പണക്കാരനായിരുന്നാലോ അവൻ വിനയാന്വിതനായിരിക്കണം. അപ്പൊ ഇത് സകല ജന്തുക്കൾക്കുള്ള ഉപദേശമാണ് ഇതിൽ കൂടെ ഭഗവാൻ തരുന്നത്. ഇന്ദ്രിയങ്ങളെ നിലനിർത്തുന്ന ജീവൻ എന്ന് പറയുന്നത് ഇവിടെ ഗോപന്മാരെയാണ് പറയുന്നത്. അപ്പോൾ സകല ജീവന്മാർക്കും ഉപദേശമായിട്ട് ഇതിനെ കൊടുത്തിരിക്കുന്നു. അപ്പം നമുക്ക് സമ്പത്തും അല്ലെങ്കിൽ ഐശ്വര്യമൊക്കെ വരുമ്പോൾ മതമുണ്ടാകാൻ പാടില്ല, തല കുനിഞ്ഞു തന്നെ ഇരിക്കണം, ഗർവോടുകൂടി ഇരിക്കാൻ പാടില്ല എന്നുള്ളതും ഈ വൃക്ഷത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. ഇതി പ്രവാളസ്തപക ഫലപുഷ്പദളോത്കരൈഃ തരുണം നർമ്മശാഖാനാം മധ്യേന യമുനാം ഗതഃ. ശ്ലോകം 37. തത്ര ഗാപായയിത്വാപ സുമൃഷ്ടാശീതളാ ശിവ തതോ നൃപ സ്വയം ഗോപ കാമം സ്വാദു പപുർജലം. തത്ര ഗാഹ പായയിത്വാ ആപഃ സുമൃഷ്ടാഃ ശീതളാഃ ശിവാഃ തതഃ നൃപ സ്വയം ഗോപാഃ കാമം സ്വാദു പപുഃ ജലം. തത്ര അതിൽ സുമൃഷ്ടാഃ നിർമ്മലങ്ങളായി, ശീതളാഃ ശൈത്യമുള്ളവയായി, ശിവാഃ ആരോഗ്യത്തെ ജനിപ്പിക്കുന്നവയായ ജലത്തെ. അപ്പോൾ ആ യമുനാദിയിലെ ജലം എങ്ങനെയാണ്? ആരോഗ്യപ്രദമായ, അതായത് അവിടുന്ന് കാളിയനെയൊക്കെ ഓടിച്ചപ്പോൾ ഭഗവാൻ അതിൽ പ്രവേശിച്ചപ്പോൾ ആ ജലം അമൃതത്തിന് സമാനമായി. അപ്പം ആരോഗ്യത്തെ ജനിപ്പിക്കുന്ന നല്ല തണുപ്പുള്ള ആ ജലത്തെ ഗാഹ പശുക്കളെ പായിത്വ കുടിപ്പിച്ചിട്ട് തതഹ അനന്തരം നൃപ ഹേ രാജാവേ ഗോപാഹ സ്വയം ഗോപന്മാരും താനും സ്വാദുജലത്തെ കാമം യഥേഷ്ടം പപുഹു പാനം ചെയ്തു. അപ്പോൾ യമുനാ നദിയിൽ ഇപ്പം കാളിയൻ പോയതിനു ശേഷം നിർമ്മലമായ മധുരമായ ജലമാണ്. ആ ശീതളജലം ആദ്യം പശുക്കൾക്ക് കൊടുത്തു. അവയെ കുടിപ്പിച്ച ശേഷം ഗോപന്മാരും ഭഗവാനും കുടിച്ചു. തത്ര ഗാപായയിത്വാപ സുമൃഷ്ടാ ശീതളാ ശിവ തതോ നൃപ സ്വയം ഗോപ
കാമം സോതുപമുർജലം. ശ്ലോകം 38. തസ്യാ ഉപവനേ കാമം ചാരയന്ത പശൂനൃപ കൃഷ്ണരാമ ഉപാഗമ്യ ക്ഷുതാർത്ത ഇതമബ്രുവൻ. തസ്യാഹ ഇതിൻ്റെ ഉപവനെ സമീപത്തിൽ കാമം യഥേഷ്ടം പശുക്കളെ ചാരയന്ത ചരിപ്പിക്കുന്നവരായി ക്ഷുതാർത്ത വിശന്ന് വലഞ്ഞവരായ ഗോപന്മാർ നൃപ രാജാവേ കൃഷ്ണരാമന്മാരെ ഉപാഗമ്യ സമീപത്ത് ചെന്നിട്ട് ഇതിനെ അബ്രുവൻ പറഞ്ഞു. പക്ഷേ രാജാവേ, ഗംഗാ നദിയുടെ തീരത്ത് കാട്ടിൽ പശുക്കളെ മേയിച്ചുകൊണ്ടിരുന്ന ഗോപന്മാർ വിശപ്പ് കൊണ്ട് തളർന്നപ്പോൾ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും സമീപത്ത് ചെന്ന് അവർ താഴെ പറയും പ്രകാരം പറഞ്ഞു. അപ്പോൾ ഗോപന്മാർക്ക് വിശപ്പ് വന്നു. അപ്പോൾ കൃഷ്ണനോടും രാമനോടും ചെന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണനും രാമനും തിരിച്ചെന്താണ് പറയുന്നത്, ഒരു കൃഷ്ണനും രാമനോട് എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ വൃക്ഷങ്ങളുടെ വിനയം, ഇപ്പം മനുഷ്യരും അതുപോലെ തന്നെ ഐശ്വര്യമുണ്ടാകുമ്പോൾ മതം കാണിക്കാതെ വിനയാന്വിതർ ആയിരിക്കണം എന്നുള്ള പാഠവും കൂടെ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർത്തെ ഗോപി വസ്ത്രാപഹാരോ നാമ 12 അധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.